ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോസഫിൻ്റെ കഥയുടെ ബാക്കി ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത്. പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ഇടപെടാനും നമുക്ക് കഥ അതുപോലെ തന്നെ സംഭവിച്ചതുപോലെ തന്നെയോ അതിനടുത്ത് എത്തുന്നത് പോലെയോ പറയാനിടയിൽ ദൈവം ഇടയാക്കട്ടെ. തൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചതിലൂടെ ഫറവോൻ്റെ ഏറ്റവും വിശ്വസ്ത ദാസനായി മാറുന്ന ജോസഫ് രാജ്യത്തെ മുഖ്യ ഭരണാധിപനാകുന്നു. താൻ അച്ഛനും അമ്മയും തൻ്റെ സഹോദരന്മാരും തന്നെ വണങ്ങുന്നുവെന്നല്ല ജോസഫ് ഒരിക്കലും ആഗ്രഹിച്ചത്. ആപത്തിൽ അവർക്ക് എങ്ങനെ അവൻ തുണയാകുമെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് അതേപടിയുള്ള വ്യാഖ്യാനമല്ല. 12 നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ചന്ദ്രനും തന്നെ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛനും സഹോദരങ്ങളും തന്നെ കുമ്പിടുന്നതല്ല. അവരുടെ ആപത്തിൽ താൻ എങ്ങനെ അവർക്ക് സഹായിയാകും, അതിന് ദൈവം ഒരുക്കിയ മുഖാന്തരമാണെന്ന് വേണം കരുതാൻ. ക്ഷാമകാലത്ത് 7 വർഷത്തെ സുഭിക്ഷകാലത്ത് ഭണ്ഡാരങ്ങൾ പുതുക്കിപ്പണിയുകയും ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി ശേഖരിക്കുകയും ചെയ്തു. ഈ ഭക്ഷ്യവസ്തുക്കൾ കനാൻ നാട്ടിൽ പോലും ക്ഷാമം വന്നപ്പോൾ, തേനും പാലും ഒഴുകുന്ന കനാൻ നാട്ടിൽ പോലും ക്ഷാമം വന്നെങ്കിൽ ലോകമാസകരെ എന്തുമാത്രം കൊടിയ പട്ടിണി അനുഭവിച്ച് കാണും. അങ്ങനെ ഈജിപ്തിലെ ധാന്യത്തിനു വേണ്ടി അച്ഛനോടൊപ്പം തൻ്റെ സഹോദരന്മാരെ പറഞ്ഞു വിട്ട യാക്കോബ് റബ്ബി ജോസഫ് അവിടെ ഉണ്ടെന്ന് ഉള്ള തിരിച്ചറിവിൽ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത തൻ്റെ സഹോദരന്മാരോടൊപ്പം തൻ്റെ മക്കളോടൊപ്പം ജോസഫിന് തൻ്റെ സഹോദരന്മാരെ അച്ഛനെയും അമ്മയോടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവരോടൊപ്പം ഈജിപ്തിൽ താമസമാക്കിയ ജോസഫ് അവർക്ക് ആടുമേയ്ക്കാനും വസിക്കാനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഫറവോൻ അവർക്ക് ഏർപ്പെടുത്തുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവരൊരു ജനതയായി മാറുന്നു. ആ ജനതതി തങ്ങൾക്കൊരു ഭീഷണിയാവുമെന്ന് തോന്നിയ ശേഷം വന്ന ഭരണാധികാരികൾ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരെ കൊണ്ടുള്ള ദാസ്യവൃത്തി എത്ര ലാഭകരമായിരുന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കാനും അവർക്ക് തോന്നിയില്ല. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും എന്ന നിലയിലായിരുന്നു ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ. ഈ സമയത്ത് തൻ്റെ സഹോദരന്മാർ തന്നെ വന്ന് കണ്ടപ്പോൾ അവർക്ക് ജോസഫിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ സഹോദരന്മാരെ പരീക്ഷിക്കുകയുണ്ടായി. ഒരിക്കലും താൻ സഹോദരന്മാർക്ക് വിനയായി തീരില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അല്ലെങ്കിൽ ഇന്നും അവർ ജോസഫിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. തങ്ങൾ ദ്രോഹിച്ച തൻ്റെ സഹോദരൻ തങ്ങളുടെ മേലധികാരിയാകുമ്പോൾ എത്ര സൂക്ഷിക്കണമെന്ന് അവർ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ അവൻ നടത്തിയത്. അങ്ങനെ 12 പേര് 12,000 12 ലക്ഷമായി കഴിഞ്ഞു. അവിടുന്ന് പിന്നീട് ജോസഫ് പുറപ്പെടുന്ന ജോസഫ് യാക്കോബ് റബ്ബിയുടെ അസ്ഥികളുമായി പുറപ്പെട്ട് കനാൻ ദേശത്തേക്ക് മടങ്ങുന്ന കഥ നമുക്ക് അടുത്ത തവണ ശ്രമിക്കാം.